നമസ്കാരം. പ്രധാന വാർത്തകൾ. NREG വർക്കേഴ്സ് യൂണിയൻ പനത്തടി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിൽ ഉപരോധം ഏർപ്പെടുത്തി. ക്രിസ്ത്യൻ കൗൺസിൽ ഒരുക്കുന്ന ബോധവൽക്കരണ സന്ദേശയാത്രയ്ക്ക് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകി. UDFിനെ പ്രതിസന്ധിയിലാക്കി കേരള കോൺഗ്രസ്. ഇടുക്കി സീറ്റിനായി രാജ്യഭീഷണി മുഴക്കി PC ജോർജ് രംഗത്ത്. കൊല്ലം കരിക്കോട് TKM കോളേജിന് സമീപം വാടക വീട് കേന്ദ്രീകരിച്ച് പെൺവാണിഭം നടത്തിയ 2 പേർ പിടിയിൽ. ഇടുക്കി സീറ്റിനെ ചൊല്ലി LDFിലേക്കില്ലെന്ന് PJ ജോസഫ്. വാർത്തകൾ വിശദമായി. NREG വർക്കേഴ്സ് യൂണിയൻ പനത്തടി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിൽ ഉപരോധം ഏർപ്പെടുത്തി. ജില്ലാ സെക്രട്ടറി M രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പട്ടിണി പാവങ്ങൾക്ക് ജീവിത സുരക്ഷ ഉറപ്പുവരുത്താൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് തൊഴിൽ ഉറപ്പ് പദ്ധതികൾ. ഇടതുപക്ഷ പിന്തുണയോടെ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യൻ പട്ടിണി പാവങ്ങൾക്ക് ജീവിത സുരക്ഷ ഉറപ്പുവരുത്താൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് തൊഴിൽ ഉറപ്പ് പദ്ധതികൾ. തൊഴിൽ ഉറപ്പ് പദ്ധതികൾ ഇന്ത്യൻ ഗ്രാമീണ മേഖലയാകെ പ്രതീക്ഷയായി അത്താണിയായി തൊഴിൽ ഉറപ്പ് മുന്നേറുമ്പോൾ അതിനെ ഇല്ലാതാക്കിയിടാൻ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ഗവൺമെന്റ് 4.5 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചത്. ആ പിന്തുണയിൽ നമ്മൾ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച 10 കോമൺ മിനിമം പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ രാജ്യത്തിനകത്ത് 110 കോടിയോളം ജനങ്ങൾ അധിവസിക്കുന്ന ഈ രാജ്യത്തിനകത്ത് 80 കോടിയിലധികം ജനങ്ങൾ പട്ടിണി പാവങ്ങളാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാതെ പട്ടിണി കിടക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ അധിവസിക്കുന്ന ഈ രാജ്യത്തിനകത്ത് അവരുടെ ഉന്നമനമാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അല്ലാതെ ഈ രാജ്യത്തെ കുത്തക മുതലാളിമാരെയല്ല. അതുപോലെ തന്നെ അംബാനിയെയും അതുപോലെ തന്നെ കുത്തക മുതലാളിമാരെ വളർത്തുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറ്റുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിയമം പാർലമെന്റിനകത്ത് പാസ്സാക്കാൻ വേണ്ടി മുൻകൈയെടുത്തത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി രാജ്യത്തിനകത്ത് അധികാരത്തിലുള്ള ഗവൺമെന്റ് 2004 ആ 2004 അധികാരത്തിൽ വന്ന് 2009 ഈ തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി കോൺഗ്രസും അതുപോലെ തന്നെ BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തയ്യാറായി. 2009 നടന്ന തെരഞ്ഞെടുപ്പിൽ തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്തിന്റെ വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടി തൊഴിലാളികളുടെ അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളുടെ വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടി കോൺഗ്രസ് തയ്യാറായി. എന്നാൽ 2009 അധികാരത്തിൽ വന്ന 2ാം UPA ഗവൺമെന്റ് ഈ 2014 വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഈ മേഖലയോട് കാണിക്കുന്ന അവഗണന തികച്ചും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി കൊണ്ടുവന്ന ഈ നിയമം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഞെരുക്കി കൊല്ലുകയാണ്, ഇല്ലാതാക്കുകയാണ്. ഇതിനാവശ്യമായിട്ടുള്ള ബഡ്ജറ്റിൽ പറഞ്ഞ കാശ് പോലും നീക്കിവെക്കുന്നില്ല ഗവൺമെന്റ്. പ്രിസൺ ഫെലോഷിപ്പ് കേരള ലൈഫ് ചലഞ്ച് സൗത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ കൗൺസിൽ ഒരുക്കുന്ന ബോധവൽക്കരണ സന്ദേശയാത്രയ്ക്ക് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകി. പ്രിസൺ ഫെലോഷിപ്പ് സ്ഥാപക ഡയറക്ടർ ബാബു K മാത്യു ഉദ്ഘാടനം ചെയ്തു. ഈ കാഞ്ഞങ്ങാട് ഏത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ എനിക്ക് അറിയുന്ന ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ പോകുകയാണ്. ഈ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ സമയത്ത് നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ചെന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന മൊത്തം പരാതികൾ എടുത്ത് പരിശോധിക്ക്. മൊത്തം പരാതികളെ തരംതിരിച്ച് പഠിച്ചാൽ ലഭിച്ചിരിക്കുന്ന പരാതിയുടെ 80% 80% പരാതികളും വില്ലനായി വന്നിരിക്കുന്നത് മദ്യപാനമാണ്. ഒന്നുകിൽ മദ്യമടിച്ച് വാഹനം ഓടിക്കുക, അല്ലെങ്കിൽ മദ്യമടിച്ച് ഭാര്യയെ മർദ്ദിക്കുക, അല്ലെങ്കിൽ മദ്യമടിച്ച് മക്കളെ മർദ്ദിക്കുക, അല്ലെങ്കിൽ മദ്യമടിച്ച് മറ്റുള്ളവരുമായി കലവില കൂടുക, അല്ലെങ്കിൽ മദ്യമടിച്ച് കാഞ്ഞങ്ങാട് പോലെയുള്ള ഒരു പൊതുനിരത്തിൽ മുണ്ടും മടക്കി കുത്തി അടിവസ്ത്രം കാണിച്ച് വെല്ലു
ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ മദ്യപാനവും മയക്കുമരുന്നുപയോഗവും പുകവലിയും സാമൂഹ്യ തിന്മകളും അസന്മാർഗീയതയും കൊണ്ട് ദിനംപ്രതി നശിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കുടുംബങ്ങളെ മാത്രമല്ല സമൂഹത്തിലും ഒരു വൻ വിപത്തായി ഇതെല്ലാം തലയുയർത്തി നിൽക്കുമ്പോൾ ഇത്തരം സാമൂഹ്യ തിന്മകൾക്കെതിരെ കേരള ജനതയെ ബോധവൽക്കരിക്കുവാൻ പ്രിസൺ ഫെലോഷിപ്പ് കേരളയുടെയും ലൈഫ് ചലഞ്ചിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ കേരളത്തിലുടനീളം നടത്തുന്ന ബോധവൽക്കരണ സന്ദേശയാത്രയ്ക്കാണ് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകിയത്. ജോൺ കുരിക്കേശു, ബാബു കെ മാത്യു, റവറൻ GS മണി, പാസ്റ്റർ ഫ്രാൻസിസ്, പാസ്റ്റർ ചെറിയാച്ചൻ, സുഭാഷ്, ജോർജ് പോൾ, രൂപൻ, ശ്രീമതി ആൻസി ബാബു, രമാഭായ് എന്നിവർ സന്ദേശയാത്രയിൽ പങ്കെടുത്തു. ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി കോലധാരികൾക്കും കലശക്കാരനും അടയാളം കൊടുക്കൽ ചടങ്ങ് ഏറെ ഭക്ത്യാദരപൂർവ്വം നടന്നു. ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും പൂമൂടൽ ചടങ്ങും ഉപദേവാലയത്തിലെ കളിയാട്ട മഹാപൂജയും 2014 ഏപ്രിൽ 3-4 തീയതികളിൽ നടത്തുവാൻ ട്രസ്റ്റ് ബോർഡ് തീരുമാനിച്ചു. എല്ലാ വർഷവും ദേവി വിഗ്രഹം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണവും തിടമ്പ് നൃത്തവും നടത്താറുണ്ടെങ്കിലും 6 വർഷത്തിന് ശേഷമാണ് ഉപദേവാലയത്തിലെ മൂർത്തികളായ വിഷ്ണുമൂർത്തി, വീരചാമുണ്ടി, ധൂമാഭഗവതി, ഗുളികൻ, വസൂരി മാലിക എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്ന മഹാപൂജ നടത്തുന്നത്. അപൂർവമായി മാത്രം കെട്ടുന്ന തെയ്യമാണ് വസൂരി മാലിക. സന്ധ്യയ്ക്ക് തുടങ്ങി ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാ മൂർത്തികളെയും കെട്ടിയാടിക്കൊണ്ട് സൂര്യോദയത്തിന് മുമ്പ് തീരും വിധമാണ് ഇവിടുത്തെ ചടങ്ങുകൾ. ഏപ്രിൽ 4 രാത്രി 12 മണിക്ക് മാരിയമ്മ ദേവിയുടെ മഹാപൂജയ്ക്ക് നട തുറക്കുമ്പോൾ ഈ തെയ്യക്കോലങ്ങളെല്ലാം തിരുനടയിൽ ഉണ്ടാവും വിധമാണ് ഇവിടുത്തെ ചടങ്ങുകൾ. വിപുലമായ അന്നദാനവും ഉണ്ടാവും. ട്രസ്റ്റി ബോർഡ് യോഗത്തിൽ ചെയർമാൻ TV നാരായണൻ മാരാർ അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ KG പ്രഭാകരൻ, H രമേശ്. ട്രസ്റ്റി ബോർഡ് യോഗത്തിൽ ചെയർമാൻ TV നാരായണ മാരാർ അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ KG പ്രഭാകരൻ, H രമേശ്, ജയപാലൻ കടിക്കാൽ, സുരേശൻ എന്നിവർ സംബന്ധിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ KV ബാബുരാജ് സ്വാഗതം പറഞ്ഞു. ഇടുക്കി സീറ്റിനെ ചൊല്ലി LDFിലേക്കില്ലെന്ന് കേരള കോൺഗ്രസ് M. വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് ഇടുക്കി സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഡോക്ടർ തോമസ് ഐസക്കുമായി രാഷ്ട്രീയ ചർച്ചകൾ ഒന്നും നടത്തിയിട്ടില്ലെന്ന് PJ ജോസഫ് പറഞ്ഞു. കൊല്ലം കരിക്കോട് TKM കോളേജിന് സമീപം വാടക വീട് കേന്ദ്രീകരിച്ച് പെൺവാണിഭം നടത്തി വന്ന സംഘത്തെ കിളികൊല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പേരാണ് അറസ്റ്റിലായത്. മാമൂട് സ്വദേശി നജീമ, തഴുത്തൽ സ്വദേശി രാഗി, മാമൂട് സ്വദേശി രാജേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കിളികല്ലൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഷാഡോ പോലീസ് ഈ വീട് നിരീക്ഷിച്ചു വരികയായിരുന്നു. കിളികല്ലൂർ CI അമ്മിണിക്കുട്ടൻ, കിളികല്ലൂർ SI ജയകൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിഹാബുദ്ദീൻ, മണികണ്ഠൻ, സാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘത്തെ പിടികൂടിയത്. അച്ചാർ വ്യാപാരത്തിന്റെ മറവിലാണ് സംഘം പ്രവർത്തിച്ചിരുന്നത്. കേന്ദ്രത്തിൽ മുൻപ് 3ാം മുന്നണി എന്ന് പറഞ്ഞുവെന്ന് പരാജയപ്പെട്ടവരാണ് ഇപ്പോൾ ഫെഡറൽ മുന്നണി എന്ന പുതിയ പേരുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. കേരള കോൺഗ്രസിന്റെ 25ാം രൂപീകരണ വാർഷികത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരവും മഹാത്മജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരവും വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള അനുബന്ധ സമരങ്ങളുമൊക്കെ പുതിയ തലമുറയിലേക്ക് ആ സമരങ്ങളുടെ സന്ദേശം എത്തിക്കേണ്ടത് ആവശ്യമാണ്. ഡോക്ടർ പ്രതാപവർമ്മ തമ്പാനൂടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നത്തെ തലമുറ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എത്രമാത്രം ധാരണയുള്ളവരാണ് എന്ന് നമുക്ക് പറയാനാവില്ല. അവരെ പഴിച്ചിട്ട് കാര്യമില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാലം കഴിയുന്തോറും, തലമുറകൾ കഴിയുന്തോറും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സ്വാതന്ത്ര്യ സമരത്തെയും അതുമായി ബന്ധപ്പെട്ട ഇതര പ്രക്ഷോഭങ്ങളെയും അതിൻ്റെ മൂല്യം വേണ്ടത്ര ഉൾക്കൊള്ളാതെ പോകാനുള്ള സാഹചര്യം പുതിയ തലമുറയ്ക്ക് ഉണ്ടാകാൻ ഇടയുണ്ട്. അവരിതേക്കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണമെന്നില്ല. മതസൗഹാർദ്ദവും മതേതരത്വവും ഇല്ലാതാക്കിയവർ മനുഷ്യത്വത്തിന് തെല്ലും വില കൽപ്പിക്കാത്തവരാണെന്നും ഇതിനെല്ലാം എതിരെന്ന് പറയുന്ന LDF ഇപ്പോൾ എവിടെ നിൽക്കുകയാണെന്ന് ഗൗരവമായി ചിന്തിക്കണമെന്നും സുധീരൻ കുറ്റപ്പെടുത്തി. ചടങ്ങിൽ DCC പ്രസിഡന്റ് പ്രതാപവർമ്മ തമ്പാൻ അധ്യക്ഷനായിരുന്നു. CV പത്മരാജൻ, കടവൂർ ശിവദാസൻ, UDF ജില്ലാ കൺവീനർ K കരുണാകരൻ പിള്ള, KC രാജൻ, ശൂർനാട് രാജശേഖരൻ, അഡ്വക്കേറ്റ് ജമീല ഇബ്രാഹിം,
അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ, കോയിവിള വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഒരു ഇടവേള. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാടിത പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ്, ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. വാർത്തകൾ തുടരുന്നു. UDFനെ പ്രതിസന്ധിയിലാക്കി കേരള കോൺഗ്രസ്. ഇടുക്കി സീറ്റിനെ ചൊല്ലി ഫ്രാൻസിസ് ജോർജും രാജ്യഭീഷണി മുഴക്കി ചീഫ് വിപ്പ് PC ജോർജും UDFലെ പ്രതിഷേധ കൊടിയുയർത്തിയിരിക്കുകയാണ്. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ഇരുവരും. UDFനെ പ്രതിസന്ധിയിലാക്കി കേരള കോൺഗ്രസിനുള്ളിൽ പലരും വാളെടുത്തു തുടങ്ങി. ഇടുക്കി സീറ്റിലെ ഫ്രാൻസിസ് ജോർജിന്റെ താൽപര്യം മൂത്തുമൂത്ത് ഇടതുകോട്ടയിലേക്കുള്ള ജോസഫ് ഗ്രൂപ്പിന് മടങ്ങിപ്പോക്കെന്ന് വരെ വ്യാഖ്യാനങ്ങളുണ്ടായി. അതിനെ ഇടതുപക്ഷത്തെ പലരും ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ തൽക്കാലം അങ്ങോട്ടേക്കില്ലെന്ന് PJ ജോസഫ് നയം വ്യക്തമാക്കി. ഫ്രാൻസിസ് ജോർജ് വിശാല മനസ്കതയോടെ ആ ക്ഷണത്തെ നിരാകരിക്കുകയും ചെയ്തു. എങ്കിലും സൗഹൃദ മത്സരത്തിന് തന്നെയാണ് ജോസഫ് വിഭാഗം തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അനുനയത്തിന് ഇനിയും സമയം ബാക്കിയുണ്ട്. എന്നാൽ UDFനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്നത് ചീഫ് വിപ്പ് PC ജോർജിന്റെ നിലപാടാണ്. കസ്തൂരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ വിജ്ഞാപനം പിൻവലിച്ചില്ലെങ്കിൽ രാജിവെക്കുമെന്നാണ് ചീഫ് വിപ്പിന്റെ ഭീഷണി. കേരള കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷന് മുമ്പ് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഏത്, വനമേത്, കൃഷിഭൂമി ഏതെന്ന് നിർബന്ധമായും നോട്ടിഫിക്കേഷൻ ഉണ്ടാവണം. ഇല്ലെങ്കിൽ അത് ഒരു ചെറിയ പ്രശ്നമാണ്. ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല. ഞാൻ തുടരില്ല. ഞാനില്ല, ഒരു സംശയം വേണ്ട. ആ നിമിഷം പാർട്ടി അത് പാർട്ടി കാണുകയല്ലോ. ഇത് മുഴുവൻ വനമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കേരള കോൺഗ്രസ്. ജോസഫ് വിഭാഗം പറയുന്ന സൗഹൃദ മത്സരത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനുള്ള വിശാല മനസ്കത PC ജോർജിനില്ല. എന്നാൽ കേരള കോൺഗ്രസിന് 2 സീറ്റിന് അവകാശമുണ്ടെന്ന് PC ജോർജ് വ്യക്തമാക്കി. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങളുടെ ആഗ്രഹം 2 സീറ്റ് കിട്ടണമെന്നാണ്. ആ 2 സീറ്റ്, ഒരു സീറ്റ് കോട്ടയാണ്, മറ്റൊന്ന് ഇടുക്കിയാണെങ്കിൽ അഭികാമ്യം. ഇടുക്കി കിട്ടിയാൽ കൊള്ളാമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇടുക്കി ഇല്ലെങ്കിൽ പത്തനംതിട്ടയായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ ആറ്റുകാലാണെങ്കിലും കുഴപ്പം. 2 സീറ്റാണ് ഞങ്ങൾക്ക് ആവശ്യം. അത് ഇടുക്കി തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇടുക്കി കിട്ടിയാൽ ഏറ്റവും സന്തോഷം, ഒത്തിരി സന്തോഷം. അതിലൊത്തിരി സന്തോഷമാണ് ഇടുക്കി കിട്ടിയാൽ. PC ജോർജിന്റെ രാജ്യഭീഷണി കാര്യമായി കാണണ്ട എന്നാണ് പാർട്ടി ചെയർമാൻ K മാണി പറയുന്നത്. പാർട്ടിയുടെ ആവശ്യം 2 സീറ്റാണെന്ന് മാണി സാർ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ ചവറ ബ്ലോക്ക് ഓഫീസ് പിക്കറ്റ് ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ ചവറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പിക്കറ്റ് നടത്തിയത്. ഉദ്ഘാടനം മുൻ MP P രാജേന്ദ്രൻ നിർവഹിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദുർബലപ്പെടുത്തുന്ന നടപടികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടർച്ചയായി സ്വീകരിക്കുന്നതെന്ന് P രാജേന്ദ്രൻ പറഞ്ഞു. തൊഴിലാളികളുടെ വേതന കുടിശ്ശിക നൽകുന്നതിൽ വീഴ്ച വരുത്തിയിരിക്കുകയാണ്. മിനിമം കൂലി വർദ്ധിപ്പിക്കുന്നില്ല. തൊഴിൽ ദിനം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഒരു 100 ദിവസമെങ്കിലും ഏത് പൗരനും ന്യായമായ കൂലി കൊടുത്തുകൊണ്ട് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യ രാജ്യം കുഷ്ഠരോഗികളുടെ, വീടില്ലാത്തവരുടെ, വിദ്യാഭ്യാസമില്ലാത്തവരുടെ, പട്ടിണിപ്പാവങ്ങളുടെ നാടായി മാറുമായിരുന്നില്ല. ലോകത്തെ ഏറ്റവും വികസിത രാജ്യമായി ഇന്ത്യ രാജ്യം മാറുമായിരുന്നു. പ്രസിഡന്റ് ബീന ദയാൽ അധ്യക്ഷയായിരുന്നു. രാജമ്മ ഭാസ്കരൻ, ജോയി, T മനോഹരൻ, R രാമചന്ദ്രൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. മുന്നോടിയായി പ്രകടനം നടന്നു. കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കരുനാഗപ്പള്ളിയിൽ വിവിധ ധനസഹായ വിതരണം നടത്തി. ഉദ്ഘാടനം കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ നിർവഹിച്ചു. കയർ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് പകരുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ധനസഹായ വിതരണം നടത്തിയത്. പുതുമണ്ണൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ M അൻസാർ, ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് KC രാജൻ, അഡ്വക്കേറ്റ് M ഇബ്രാഹിംകുട്ടി, കയർഫെഡ് അഡ്മിനിസ്ട്രേറ്റർ R ദേവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ആനുകൂല്യങ്ങളെല്ലാം കാലോചിതമായി ഇനിയും വർദ്ധിപ്പിക്കണം. ഇതിന്റെ ചെയർമാനും ആ ഭാഗത്ത് തന്നെയാണ്. അത് കാലോചിതമായ മാറ്റം ഇനിയും ഉണ്ടാകട്ടെ എന്ന. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.